കേരളത്തിലും തമിഴ്നാട്ടിലുമായി 4 കൊലപാതകങ്ങൾ, അതും കവർച്ചയ്ക്ക് വേണ്ടി. ഇങ്ങനെ കൂട്ടക്കൊലപാതകം നടത്തിയ കൊടും കുറ്റവാളിയാണ് കന്യാകുമാരി സ്വദേശി രാജേന്ദ്രൻ. നിരപരാധികളെ ക്രൂരമായി കൊന്നൊടുക്കിയിട്ടും അയാൾക്ക് യാതൊരു കുറ്റബോധവുമില്ല. തിരുവനന്തപുരം അമ്പലമുക്കിൽ 2 കുഞ്ഞുങ്ങളുടെ അമ്മയെ കൊലപ്പെടുത്തിയ രാജേന്ദ്രനെ അങ്ങനെ വെറുതെ വിടാൻ കഴിയുമോ? മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത കൊലയാളിക്ക് അയാളുടെ അമ്മയെക്കുറിച്ചും സഹോദരങ്ങളെക്കുറിച്ചും ആകുലത ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ? അഭിഭാഷകനായ ശേഷം പാവങ്ങൾക്ക് നിയമസഹായം നൽകണമെന്നും എയ്ഡ്സ് രോഗികളെ ശുശ്രൂഷിക്കണമെന്നുമുള്ള പ്രതിയുടെ വാദങ്ങൾ പച്ചക്കള്ളമല്ലേ? പ്രതിയുടെ മാനസികാരോഗ്യ റിപ്പോർട്ടുകൾ പരിശോധിച്ച ശേഷം കോടതിയും വിധിയെഴുതി. അയാളുടെ ജീവിതത്തിൽ മനപരിവർത്തനം ഉണ്ടാകില്ല. ഒടുവിൽ അമ്പലമുക്ക് വിനീത കൊലക്കേസിൽ പ്രതി രാജേന്ദ്രന് തൂക്കുകയർ. ആ കേസാണ് പോലീസ് പട്രോൾ ആദ്യം പരിശോധിക്കുന്നത്. സ്വാഗതം. കോവിഡ് നിയന്ത്രണങ്ങളും ലോക്ക്ഡൌണും നാടിനെ വരിഞ്ഞു മുറുക്കിയ കാലം. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. നാടും നഗരവും അവധിയുടെ ആലസ്യത്തിൽ. തലസ്ഥാന നഗരത്തെ നടുക്കിയ ആ ദിവസം, അതായത് 2022 ഫെബ്രുവരി 6-ാം തീയതി, തിരുവനന്തപുരം അമ്പലമുക്കിലെ അലങ്കാര ചെടികൾ വിൽക്കുന്ന കടയിൽ ജീവനക്കാരിയെ ക്രൂരമായി കൊന്നൊടുക്കിയത് ഒരാൾ പോലും അറിഞ്ഞില്ല. പിന്നീട് കട ഉടമയും നാട്ടുകാരും അന്വേഷിച്ചപ്പോഴാണ് ജീവനക്കാരി വിനീത രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് കണ്ടത്. വിനീതയുടെ സ്വർണം മോഷ്ടിക്കുന്നതിനായി നടത്തിയ അരുംകൊല. ഏറെ പ്രമാദമായ വിനീത കൊലക്കേസിൽ പ്രതി രാജേന്ദ്രന് കോടതി തൂക്കുകയർ വിധിച്ചിരിക്കുന്നു. കന്യാകുമാരി സ്വദേശിയായ രാജേന്ദ്രന്റെ മാനസികാരോഗ്യ റിപ്പോർട്ട് കൂടി പരിഗണിച്ച ശേഷമാണ് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചത്. കൊലപാതകം, കൊലപ്പെടുത്തി കവർച്ച, വസ്തു കൈയേറ്റം, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾക്കാണ് അഡീഷണൽ സെഷൻസ് കോടതി പ്രതിയെ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്നും പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നുമുള്ള പ്രോസിക്യൂഷന്റെ ആവശ്യം മുഖവിലക്കെടുത്താണ് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത്. വധശിക്ഷയ്ക്ക് പുറമെ 8,10,500 രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. ഇതിൽ 4 ലക്ഷം രൂപ മരിച്ച വിനീതയുടെ മക്കൾക്ക് നൽകണം. പ്രതിക്ക് വധശിക്ഷ നൽകാനുള്ള എല്ലാ കാരണങ്ങളും ഉണ്ടായിരുന്നുവെന്ന് കോടതി വ്യക്തമാക്കി. ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ പ്രോസിക്യൂഷന് സഹായകരമായത് സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ ഫോറൻസിക് തെളിവുകളുമാണ്. ജില്ലാ കളക്ടർ, സൈക്കോളജിസ്റ്റ്, ജയിൽ സൂപ്രണ്ട്, റവന്യൂ വകുപ്പ് എന്നിവരുടെ റിപ്പോർട്ടുകൾ പരിഗണിച്ച ശേഷമാണ് കോടതി ശിക്ഷ വിധിക്കുന്നത്. കൊലപാതക പരമ്പര നടത്തിയിട്ടുള്ള പ്രതി പൊതുസമൂഹത്തിന് ഭീഷണിയായതിനാൽ വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും നൽകരുതെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. കാര്യം പ്രതിയുടെ കുറ്റകൃത്യം വളരെ ബ്രൂട്ടലായിരുന്നു, ഇൻഹ്യൂമൺ ആയിരുന്നു. ഒരു സാധാരണക്കാരൻ ഒരിക്കലും ചെയ്യാൻ ഒക്കാത്ത രീതിയിലുള്ള മോഡസ് ഓപ്പറാൻഡിയാണ് പ്രതി ചെയ്തത്. മാത്രമല്ല പ്രതി സമൂഹത്തിന് ഭീഷണിയാണ്. ഇതിപ്പോ 3 കൊലപാതകങ്ങൾ തമിഴ്നാട്ടിൽ ചെയ്ത് അതിന്റെ വിചാരണ നടക്കുന്ന സമയത്ത് അദ്ദേഹം ഇപ്പോൾ ജാമ്യത്തിലാണ്. ജാമ്യത്തിൽ നിൽക്കുന്ന സമയത്താണ് തലസ്ഥാന നഗരിയിൽ ഇത്തരത്തിലൊരു മൃഗീയമായ കൊലപാതകം നടത്തിയത്. അത് തീർച്ചയായിട്ടും പ്രോസിക്യൂഷന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. മാത്രമല്ല, ദൃക്സാക്ഷികൾ ഇല്ലാതിരുന്നൊരു കേസാണ്. സാഹചര്യ തെളിവുകളും ശാസ്ത്രീയമായ തെളിവുകളും സൈബർ ഫോറൻസിക് എവിഡൻസുമാണ് പ്രോസിക്യൂഷന് മുമ്പിലുള്ളത്. അതെല്ലാം കൃത്യമായി തെളിയിച്ച് പ്രതിയിലേക്ക് തന്നെ എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ വിജയം. തമിഴ്നാട്ടിൽ ഒരു കുടുംബത്തിലെ 3 പേരെ കൊലപ്പെടുത്തിയ കേസിലും പ്രതിയാണ് രാജേന്ദ്രൻ. പ്രതി നടത്തിയ 4 കൊലപാതകങ്ങളിൽ 3ലും ഇരകൾ സ്ത്രീകളാണ്. തിരുവനന്തപുരം ജില്ലാ കളക്ടറുടേതടക്കം 6 റിപ്പോർട്ടുകളും പ്രതിക്കെതിരായിരുന്നു. മനപരിവർത്തനം നടത്താൻ കഴിയാത്ത ക്രൂരമായി കൊലപാതക പരമ്പര നടത്തുന്നയാളാണ് പ്രതിയെന്നായിരുന്നു റിപ്പോർട്ടുകളുടെ സാരാംശം. തിരുവനന്തപുരം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ മനഃശാസ്ത്രജ്ഞനും മനോരോഗ വിദഗ്ധനും പ്രതിയെ പരിശോധിച്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. മകൾക്ക് നീതി കിട്ടിയെന്നായിരുന്നു വിനീതയുടെ മാതാപിതാക്കളുടെ പ്രതികരണം. തീർച്ചയായിട്ടും ഒരു വധശിക്ഷ ഞങ്ങളും പ്രതീക്ഷിച്ചു. രാവിലെ ഇറങ്ങിയപ്പോഴും വധശിക്ഷ കിട്ടണേ എന്നുള്ള ഒരു പ്രാർത്ഥനയിലാണ് ഞങ്ങൾ എല്ലാവരും വീട്ടിൽ നിന്ന് തിരിച്ചത്. അതിപ്പം കൂട്ടായ ഒരു പ്രവർത്തനത്തിന്റെ ഫലമാണ്. നമ്മളെ മരണകാലം വരെയും ദുഃഖം മനസ്സിൽ കിടക്കുകയുള്ളൂ. കാര്യം ഏറ്റവും നല്ല സ്നേഹമുള്ള ഒരു മോളായിരുന്നു. ഞങ്ങളുടെ അടുത്തുനിന്നല്ല, എല്ലാവരുടെ അടുത്തും അവളെ വളരെ സാമ്യമായിട്ട് എല്ലാവരുടെ അടുത്തും പെരുമാറുന്നതാണ്. അവർക്ക് നാട്ടിൽ അവിടെ തന്നെ ഇഷ്ടം പോലെ
കൂട്ടുകാരും ഒക്കെ ഉള്ളതാണ്. കാര്യം എല്ലാവരുടെ അടുത്തും സാമ്യമായിട്ട് ഇടപെടുന്ന ഒരു കുട്ടിയായിരുന്നു. മാല കൊണ്ടുപോയെങ്കിലും ഞങ്ങൾക്ക് സങ്കടമില്ലായിരുന്നു. കൊച്ചിനെ കൊന്നു പറഞ്ഞു. അതിനിപ്പോൾ ഞങ്ങളെ മരണകാലം വരെയും ആ സങ്കടം നിലനിൽക്കുന്നു. അതേസമയം 70 വയസ്സ് കഴിഞ്ഞ അമ്മയ്ക്ക് ഏക ആശ്രയം താനാണെന്നും പോലീസിനെ ഭയന്ന് സഹോദരനും സഹോദരിയും അമ്മയെ കാണാൻ പോലും കൂട്ടാക്കാറില്ലെന്നും പ്രതി കോടതിയെ അറിയിച്ചു. പ്രതിയുടെ പ്രായം പരിഗണിക്കണമെന്നും പ്രതിഭാഗം വാദിച്ചിരുന്നു. ഇത് തള്ളിയാണ് കോടതി പ്രതി രാജേന്ദ്രന് തൂക്കുകയർ വിധിച്ചത്. ദൃക്സാക്ഷികളില്ലാതിരുന്ന കേസിൽ സാഹചര്യ തെളിവുകളെ മാത്രം ആശ്രയിച്ച് പ്രോസിക്യൂഷൻ 118 സാക്ഷികളിൽ 96 പേരെ സാക്ഷികളായി വിസ്തരിച്ചു. പ്രതിയുടെ സഞ്ചാരപഥം വ്യക്തമാക്കുന്നതിന് CCTV ദൃശ്യങ്ങളടങ്ങിയ 12 പെൻഡ്രൈവ്, 7 DVD എന്നിവയും 222 രേഖകളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരം അമ്പലമുക്കിലെ വിനീതിയെ കൊലപ്പെടുത്തിയ കന്യാകുമാരി സ്വദേശി രാജേന്ദ്രൻ ഒരു കൊടും കുറ്റവാളിയാണ്. ഓൺലൈൻ ട്രേഡിംഗിൽ നിക്ഷേപത്തിനായി കൊലപാതകവും കവർച്ചയും നടത്തുന്നതായിരുന്നു ഇയാളുടെ രീതി. 2014 കന്യാകുമാരിയിൽ കസ്റ്റംസ് ഓഫീസറെയും ഭാര്യയെയും ഇവരുടെ വളർത്തുമകളെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതി. കവർച്ച തന്നെയായിരുന്നു ഈ കൂട്ടക്കൊലയ്ക്ക് പിന്നിലെയും ലക്ഷ്യം. ഈ കൊലക്കേസിൽ ജാമ്യം നേടി പുറത്തിറങ്ങിയ ശേഷമാണ് രാജേന്ദ്രൻ തിരുവനന്തപുരം പേരൂർ കടയിലെത്തി ചായക്കടയിൽ ജോലിക്ക് കയറിയത്. പിന്നാലെയായിരുന്നു വിനീതിയുടെ കൊലപാതകം. ഫെബ്രുവരി 6 ഉച്ചയോടെയാണ് തിരുവനന്തപുരം അമ്പലമുക്കിൽ അലങ്കാരച്ചെടികൾ വിൽക്കുന്ന കടയിൽ വെച്ച് ജീവനക്കാരിയായ വിനീത കൊല്ലപ്പെട്ടത്. അതിന് 2 വർഷം മുൻപ് ഭർത്താവ് സെന്തിൽ കുമാർ മരിച്ചതിന് പിന്നാലെ 2 മക്കളടങ്ങുന്ന കുടുംബത്തിന്റെ താങ്ങും തണലും ഈ വീട്ടമ്മയായിരുന്നു. ഞായറാഴ്ച കട അവധിയായിരുന്നെങ്കിലും ചെടികൾക്ക് വെള്ളം നനയ്ക്കാനുള്ളതിനാലാണ് വിനീത അന്ന് ജോലിക്കെത്തിയത്. ഉച്ചയോടെ കടയിൽ ചെടി വാങ്ങാനെത്തിയ ചിലർ ജീവനക്കാരെ ആരെയും കാണാത്തതിനാൽ കടയുടമയായ തോമസ് മാമനെ ഫോണിൽ വിളിച്ച് തിരക്കി. ഇതോടെ ഇദ്ദേഹം വിനീതയെ പലതവണ ഫോണിൽ വിളിച്ചെങ്കിലും കിട്ടിയില്ല. തുടർന്ന് കടയിലെത്തിയെങ്കിലും വിനീതയെ കണ്ടില്ല. പിന്നീട് നടത്തിയ തെരച്ചിലാണ് കടയുടെ പിറകുവശത്ത് ചെടികൾക്കിടയിൽ വല കൊണ്ട് മൂടിയ നിലയിൽ വിനീതയുടെ മൃതദേഹം കണ്ടെത്തിയത്. കൊലപാതക വിവരം അറിഞ്ഞ് പോലീസും ഫോറൻസിക് വിദഗ്ധരും ഉൾപ്പെടെ സ്ഥലത്തെത്തി. ഇതിനിടെ വിനീതിയുടെ മാതാപിതാക്കളും കടയിലെത്തി. ഇവർ മൃതദേഹം കണ്ടപ്പോഴാണ് കഴുത്തിലുണ്ടായിരുന്ന 4.5 പവന്റെ താലിമാല കാണാതായെന്ന് വ്യക്തമായത്. പ്രാഥമിക അന്വേഷണത്തിൽ സ്വർണ്ണമാല മോഷ്ടിക്കാനാണ് കൊലപാതകം നടത്തിയതെന്ന് പോലീസിന് വ്യക്തമായി. സ്ഥാപനത്തിൽ CCTV ഇല്ലാതിരുന്നത് ആദ്യഘട്ടത്തിൽ തിരിച്ചടിയായി. തുടർന്ന് രേഖാചിത്രം ഉൾപ്പെടെ പോലീസ് തയ്യാറാക്കി. എന്നാൽ അന്വേഷണ സംഘം പരിസരത്തെ മുഴുവൻ CCTVകളും പരിശോധിച്ചിരുന്നു. ഈ ദൃശ്യങ്ങളിൽ നിന്നാണ് കൊലയാളിയെക്കുറിച്ച് സൂചനകൾ കിട്ടിയത്. തുടർന്ന് കൊലപാതകം നടന്ന് 5-ാം നാൾ കന്യാകുമാരി തോവാള സ്വദേശി രാജേന്ദ്രനെ തമിഴ്നാട്ടിൽ നിന്നും പോലീസ് പിടികൂടുകയായിരുന്നു. വിനീതിയുടെ കഴുത്തിലുണ്ടായിരുന്ന 4.5 പവന്റെ മാലയ്ക്ക് വേണ്ടിയായിരുന്നു അരുംകൊലയെന്ന് പ്രതി സമ്മതിച്ചു. കന്യാകുമാരിയിൽ കസ്റ്റംസ് ഓഫീസറെയും ഭാര്യയെയും ഇവരുടെ വളർത്തുമകളെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ രാജേന്ദ്രൻ ഒരു കൊടും കുറ്റവാളിയാണ്. കവർച്ച ലക്ഷ്യമിട്ടായിരുന്നു തമിഴ്നാട്ടിലെയും കൂട്ടക്കൊല. ഈ കൊലക്കേസിൽ ജാമ്യം നേടി പുറത്തിറങ്ങിയ ശേഷമാണ് രാജേന്ദ്രൻ തിരുവനന്തപുരം പേരൂർ കടയിലെ ചായക്കടയിൽ ജോലിക്ക് കയറിയത്. അതിനിടെ മോഷണം നടത്താൻ ലക്ഷ്യമിട്ടാണ് വിനീതിയെ കൊലപ്പെടുത്തിയ ആ ഞായറാഴ്ച രാജേന്ദ്രൻ താമസ സ്ഥലത്തു നിന്നും നഗരത്തിലേക്ക് ഇറങ്ങിയത്. അമ്പലമുക്ക് കുറുവാൻകോണം റോഡിലൂടെ നടന്നുപോയ ഇയാൾ റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന മറ്റൊരു യുവതിയുടെ മാല പൊട്ടിക്കാനാണ് ആദ്യം പദ്ധതിയിട്ടത്. ഇതിനിടെ ചെടിക്കടയ്ക്ക് മുന്നിൽ ചെടി നനയ്ക്കുകയായിരുന്ന വിനീതിയെയും ഇവരുടെ കഴുത്തിലെ മാലയും ശ്രദ്ധിച്ചു. റോഡിലൂടെ നടന്ന് ഏതാനും ദൂരം പിന്നിട്ടതോടെ നേരത്തെ ലക്ഷ്യമിട്ട യുവതി രാജേന്ദ്രന്റെ കൺമുന്നിൽ നിന്നും മറഞ്ഞു.
ഇതോടെ പ്രതി തിരികെ വിനീതിയുടെ ചെടിക്കടയിലെത്തി. ആദ്യം ചെടികളുടെ വില ചോദിച്ച പ്രതി തൊട്ടു പിന്നാലെ വിനീതിയുടെ കഴുത്തിലുണ്ടായിരുന്ന മാല പൊട്ടിക്കാൻ ശ്രമിച്ചു. ഇത് തടയാൻ ശ്രമിച്ചതോടെയാണ് രാജേന്ദ്രൻ വിനീതിയെ അവിടെ ഉണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് കുത്തി കൊലപ്പെടുത്തിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. കോട്ടയം തിരുവാതുക്കൽ ഇരട്ട കൊലപാതകത്തിന് പിന്നിൽ മാസങ്ങളോളം മനസ്സിലിട്ട് നടന്ന പകയുടെ കഥയുണ്ട്. വീട്ടുടമയായ വിജയകുമാറിന്റെ വീട്ടിൽ നിന്നുണ്ടായ ദുരനുഭവങ്ങൾ, ശമ്പളം കിട്ടാതായപ്പോൾ നടത്തിയ മൊബൈൽ മോഷണം, അതേ തുടർന്നുണ്ടായ അറസ്റ്റും ജയിൽവാസവും, പിന്നാലെ ഗർഭസ്ഥ ശിശുവിൻ്റെ മരണവും ഭാര്യ പിണങ്ങിപ്പോയതും, അങ്ങനെ മനസ്സിൽ ഉണങ്ങാത്ത മുറിവുമായി മാസങ്ങളോളം കാത്തിരുന്ന് ആസൂത്രിതമായി നടത്തിയ ഇരട്ടക്കൊലപാതകം. പ്രതി അമിത് ഒറാങ് കൊല്ലാൻ ലക്ഷ്യമിട്ടത് വിജയകുമാറിനെ മാത്രമെന്നാണ് മൊഴി. ശബ്ദം കേട്ട് ഭാര്യ ഉണർന്നതുകൊണ്ടാണ് മീരയെയും കൊലപ്പെടുത്തിയത്. കേസിൽ പ്രതി കൊലപാതകം നടത്താൻ പോകുന്നതും CCTVയുടെ ഹാർഡ് ഡിസ്കുമായി തിരികെ വരുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. വിജയകുമാറിനെതിരായ പ്രതികാരത്തിന്റെ കാരണം വ്യക്തമാക്കുന്നതാണ് പ്രതി അമിത് ഒറാങ്ങിന്റെ വിശദമായ മൊഴി. പ്രണയിച്ച് വിവാഹം കഴിച്ച ഭാര്യയോട് വിജയകുമാർ ധാർഷ്ട്യത്തോടെയാണ് പെരുമാറിയിരുന്നത്. തന്നെയും ഒരു അടിമയെ പോലെ കണ്ടു. 1 മാസത്തെ ശമ്പളം തരാതിരുന്നതുകൊണ്ടാണ് മൊബൈൽ മോഷ്ടിച്ച് പണം തട്ടിയെടുത്തത്. പണം തിരികെ നൽകണമെന്ന് ഭാര്യ നിർദ്ദേശിച്ചെങ്കിലും കേസായതോടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കപ്പെട്ടു. 5 മാസം ജയിലിലായ സമയത്ത് ഭാര്യയുടെ ഗർഭമലസി. വിജയകുമാർ നൽകിയ കേസ് കാരണം പരിചരണം നൽകാനാകാതെ ജയിലിലായത് ഗർഭമലസാൻ കാരണമായി. നമ്മുടെ ആദ്യത്തെ നിഗമനം തന്നെ വ്യക്തിവൈരാഗ്യത്തിന്റെ പുറത്തുള്ള ഒരു ആസൂത്രിതമായ കൊലപാതകം എന്നായിരുന്നു. ആദ്യ നിഗമനത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് നമ്മൾ അന്വേഷണം ആരംഭിച്ചത്. പ്രതിയെ ലഭിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള കുറ്റസമ്മത മൊഴി, അതുപോലെ ശാസ്ത്രീയമായ തെളിവുകൾ, സാഹചര്യ തെളിവുകൾ എല്ലാം നമ്മുടെ ആദ്യത്തെ നിഗമനം ശരിവയ്ക്കുന്ന രീതിയിലുള്ളതാണ്. കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയെങ്കിലും ജാമ്യവ്യവസ്ഥകൾ ഉള്ളതിനാൽ ഭാര്യയെ കാണാൻ നാട്ടിലേക്ക് പോകാനായില്ല. കോട്ടയത്ത് ലോഡ്ജിൽ താമസിക്കുമ്പോഴും വിജയകുമാറിനെ വിളിച്ച് കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടു. ഇത് നിരസിച്ചതോടെയാണ് കൊലപാതകത്തിലേക്ക് കടന്നത്. വിജയകുമാറിനെ മാത്രമാണ് കൊല്ലാൻ ശ്രമിച്ചതെങ്കിലും ഭാര്യ മീര ഉണർന്നതോടെ ഇരുവരെയും കൊല്ലേണ്ടി വന്നു എന്നാണ് പ്രതിയുടെ മൊഴി. റിമാൻഡിൽ കിടന്നിരുന്ന കാലത്ത് പ്രതിയുടെ ഭാര്യ ഗർഭിണിയായിരുന്നു. ഏകദേശം ഒരു 7-8 മാസമായപ്പോൾ ഗർഭം അലസിപ്പോയി. അപ്പം അങ്ങനെ വ്യക്തിപരമായ കുറേ ബുദ്ധിമുട്ടുകളും എല്ലാം വന്നപ്പോൾ അതിനെല്ലാം കാരണക്കാരൻ വിജയകുമാർ എന്നുള്ള നിലയ്ക്കുള്ള ഒരു വൈകാരിക പ്രതികരണമാണ്. അതുകൊണ്ട് തന്നെ ഇയാൾ 19-ാം തീയതി, ഈ മാസം 19-ാം തീയതി കോട്ടയത്ത് വന്ന് താമസിച്ചു. പ്രീമെഡിറ്റേറ്റഡ് ആയിട്ട് പ്രിപ്പറേഷൻസ് എല്ലാം ചെയ്തു. അങ്ങനെയാണ് ക്രൂരമായ കൊലപാതകം നടത്തിയത്. അമിത് ഒറാങ് DVRുമായി വീടിന്റെ സമീപത്തെ തോട്ടിലേക്ക് പോകുന്ന ദൃശ്യങ്ങളും ഇത് കളഞ്ഞ ശേഷം മടങ്ങിയെത്തുന്ന ദൃശ്യങ്ങളുമാണ് പുറത്തു വന്നത്. ഫൈസൽ ഷാജി എന്ന സഹതടവുകാരനാണ് പണം വാങ്ങി ജാമ്യം നിൽക്കുന്ന സ്ത്രീകളെ ഏർപ്പാടാക്കിയതെന്നും പ്രതി മൊഴി നൽകി. അമിത്തിന്റെ അമ്മയാണ് ഓൺലൈൻ വഴി തുക ഇവർക്ക് കൈമാറിയത്. 12 ഇടങ്ങളിൽ നിന്ന് പ്രതിയുടെ വിരലടയാളങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതി തസ്ലീമ സുൽത്താനയും നടി പ്രയാഗ മാർട്ടിനുമായി എന്താണ് ബന്ധം? ശ്രീനാഥ് ഭാസി, ഷൈൻ ടോം ചാക്കോ എന്നിവരെ കൂടാതെ പ്രയാഗയുമായി സൗഹൃദമുണ്ടെന്നാണ് തസ്ലീമയുടെ മൊഴി. എന്നാൽ അത് വെറും സൗഹൃദം മാത്രമാണോ? കേസിൽ കൂടുതൽ സെലിബ്രിറ്റികൾ കുടുങ്ങിയേക്കുമെന്നാണ് സൂചന. ബിഗ് ബോസ് വിന്നർ ജിൻഡോയും എക്സൈസിന്റെ നോട്ടപ്പുള്ളിയാണ്. ശ്രീനാഥ് ഭാസി, ഷൈൻ ടോം ചാക്കോ എന്നിവരെ കൂടാതെ കൂടുതൽ പേർക്ക് എക്സൈസ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഒരു മോഡൽ ഉൾപ്പെടെ 5 പേരോട് തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. സിനിമ, ടെലിവിഷൻ രംഗത്തെ കൂടുതൽ ആളുകൾക്ക് തസ്ലീമയുമായി അടുത്ത ബന്ധമുണ്ടെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇതിൽ സാമ്പത്തികവും ലഹരി സംബന്ധമായ ഇടപാടുകളും നടന്ന പ്രധാനപ്പെട്ട 5 പേർക്കാണ് എക്സൈസ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. നടന്മാരായ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി, ബിഗ് ബോസ് വിന്നറും ചലച്ചിത്ര താരങ്ങളുടെ ജിം ട്രെയിനറുമായ ജിൻഡോ ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് നൽകിയതായുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട്. ചലച്ചിത്ര താരം പ്രയാഗ മാർട്ടിനും താനും അടുത്ത സുഹൃത്തുക്കളാണെന്ന് തസ്ലീമ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു.
ഇത് സ്ഥിരീകരിക്കുന്ന വാട്സ്ആപ്പ് ചാറ്റുകളും എക്സൈസിന് ലഭിച്ചിട്ടുണ്ട്. സൗഹൃദത്തിനപ്പുറം പ്രയാഗയുമായി ലഹരി ഇടപാടുകളൊന്നും തന്നെ നിലവിൽ കണ്ടെത്താൻ ആയിട്ടില്ല. ബ്ലാക്ക് ഡെവിൾ സച്ചു എന്നറിയപ്പെടുന്ന മോഡൽ, ഒരു നിർമ്മാതാവ് എന്നിവരുൾപ്പെടെ 5 പേർ തിങ്കളാഴ്ച അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണം. അതേസമയം ചെന്നൈയിൽ നിന്ന് കഞ്ചാവുമായി സുൽത്താൻ അക്ബർ അലി എത്തിയത് മക്കൾക്കൊപ്പമാണെന്ന് എക്സൈസ് സ്ഥിരീകരിച്ചു. തസ്ലീമയുടെ ആദ്യ വിവാഹത്തിലെ മകനും പെൺസുഹൃത്തും കൂടെയുണ്ടായിരുന്നു. എറണാകുളത്തെത്തി തസ്ലീമയ്ക്ക് കഞ്ചാവ് കൈമാറിയ ശേഷം മകനും പെൺസുഹൃത്തും മാത്രം മടങ്ങി. സുൽത്താനും ഇളയ 2 കുട്ടികളും ഇവിടെ തുടരുകയായിരുന്നു. പ്രതികളുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. ചോദ്യം ചെയ്യലിനോട് തസ്ലീമ സഹകരിക്കുന്നുണ്ടെങ്കിലും സുൽത്താൻ പറയുന്നതിൽ കൂടുതലും കളവാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. കസ്റ്റഡി കാലാവധി നീട്ടി നൽകാൻ ആവശ്യപ്പെടാൻ ആദ്യം എക്സൈസ് തീരുമാനിച്ചിരുന്നെങ്കിലും നടന്മാരെ ചോദ്യം ചെയ്തതിനു ശേഷം മാത്രം മതി കസ്റ്റഡി അപേക്ഷ വീണ്ടും വെക്കുക എന്ന നിലപാടിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ ലഹരി കേസ് തിരിച്ചടിയാകുമെന്ന ആശങ്ക പോലീസിനുണ്ട്. നടൻ ലഹരി ഉപയോഗിച്ചതിന് തെളിവുകൾ കണ്ടെത്താൻ ഇനിയും പോലീസിന് സാധിച്ചിട്ടില്ല. പരമാവധി തെളിവുകൾ ശേഖരിച്ച് ഷൈൻ ടോം ചാക്കോയെ പൂട്ടാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഇതിനായി ഷൈൻ പ്രതിയായ ലഹരി കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. അതിനിടെ സൂത്രവാക്യം സിനിമയുടെ സെറ്റിൽ വെച്ച് ഷൈൻ ടോം ചാക്കോയിൽ നിന്ന് തനിക്കും മോശം അനുഭവം ഉണ്ടായതായി വെളിപ്പെടുത്തി പുതുമുഖ നടിയും രംഗത്തെത്തിയിട്ടുണ്ട്. നടൻ ഷൈൻ ടോം ചാക്കോ പ്രതിയായ ലഹരി കേസ് അന്വേഷിക്കാൻ ACPമാരായ കെ ജയകുമാർ, അബ്ദുൾ സലാം, രാജ്കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചത്. ഡാൻസ് ഓഫ് സൈബർ ടീം അംഗങ്ങളും സംഘത്തിലുണ്ട്. ഷൈനുമായി ബന്ധപ്പെട്ട വിവരശേഖരണം നടത്തുന്നതിനാണ് അന്വേഷണ സംഘം വിപുലീകരിച്ചത്. ഷൈനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ലഭിച്ചാൽ മാത്രമേ 2ാം ഘട്ട മൊഴിയെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളുമായി പോലീസിന് മുന്നോട്ടു പോകാൻ സാധിക്കുകയുള്ളൂ. ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുള്ള ഷൈനിന്റെ മുടി ഉൾപ്പെടെയുള്ളവയുടെ പരിശോധനാ ഫലം അനുകൂലമായില്ലെങ്കിൽ പോലീസിനെ കാത്തിരിക്കുന്നത് വലിയ വെല്ലുവിളിയാകും. പരിശോധനയുടെ ഫലം പോസിറ്റീവ് ആണെങ്കിൽ തന്നെ ഏത് ലഹരി മരുന്നാണ് ഉപയോഗിച്ചതെന്നും എന്നാണിത് ഉപയോഗിച്ചതെന്നും മറ്റും കണ്ടെത്താൻ കൃത്യമായി സാധിക്കില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇത് പോലീസ് അന്വേഷണത്തിനും തുടർ നടപടികൾക്കും തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. അതിനിടെ ഷൈൻ ടോം ചാക്കോയിൽ നിന്ന് തനിക്കും മോശം അനുഭവം നേരിടേണ്ടി വന്നതായി വെളിപ്പെടുത്തി പുതുമുഖ നടിയും രംഗത്തെത്തിയിട്ടുണ്ട്. നടി വിൻസി അലോഷ്യസിന്റെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെയാണ് ഷൈനെതിരെ പുതിയ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. സൂത്രവാക്യം സിനിമയുടെ സെറ്റിൽ വെച്ച് നിരന്തരം ലൈംഗിക ചുവയോടെയുള്ള ഷൈനിന്റെ സംസാരവും വ്യത്യസ്ത രീതിയിലുള്ള പെരുമാറ്റങ്ങളും പ്രയാസമുണ്ടാക്കിയെന്നാണ് നടി അപർണ ജോൺസ് പറഞ്ഞത്. ഷൈൻ സംസാരിക്കുമ്പോൾ വെളുത്ത നിറത്തിലുള്ള പൊടി വായിൽ നിന്നും വീഴുന്നുണ്ടായിരുന്നത് താനും കണ്ടിരുന്നുവെന്നും എന്നാൽ ഇത് എന്താണെന്ന് വ്യക്തമായി പറയാൻ അറിയില്ലെന്നും നടി പറഞ്ഞു. മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഷൈൻ സംസാരിച്ചിരുന്നത്. അതിനാൽ തന്നെ അദ്ദേഹവുമായുള്ള സംസാരത്തിൽ അകലം പാലിച്ചിരുന്നു. എന്തെങ്കിലും തുറന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ഷൈൻ എങ്ങനെ പ്രതികരിക്കുമെന്ന കാര്യത്തിലും ഉറപ്പില്ലായിരുന്നു. അതിനാൽ തന്നെ പരമാവധി നിശബ്ദത പാലിക്കുകയാണ് ചെയ്തതെന്നും അപർണ പറഞ്ഞു. ന്യൂസ് 18 കൊച്ചി. എന്തു വൃത്തികേടും വിറ്റ് കാശാക്കുന്നവരാണ് യൂട്യൂബർമാരും സോഷ്യൽ മീഡിയ താരങ്ങളും. അതിന് സാധാരണക്കാരായ പെൺകുട്ടികളെ പോലും അവർ ഉപയോഗിക്കാറുണ്ട്. പ്രമുഖ വ്ളോഗർ മുകേഷ് M. നായർ റീൽസിന്റെ ഫോട്ടോഷൂട്ടിനിടെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് എന്താണ് കാട്ടിയതെന്നറിയണം. പെൺകുട്ടിയെ നിർബന്ധിച്ച് അർദ്ധനഗ്നയാക്കി അഭിനയിപ്പിച്ചുവെന്നും സ്വകാര്യ ഭാഗത്ത് സ്പർശിച്ചുവെന്നുമുള്ള പരാതിയിൽ മുകേഷിനെതിരെ കോവളം പോലീസ് പോക്സോ കേസെടുത്തു.
കടക്കൽ സ്വദേശിയായ 15-കാരിയുടെ മാതാപിതാക്കളുടെ പരാതിയിലാണ് നടപടി. മുൻപ് മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ വീഡിയോ ചെയ്തതിനും മുകേഷിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. കോവളത്തെ റിസോർട്ടിൽ വെച്ച് ഫെബ്രുവരിയിൽ വാലന്റൈൻസ് ഡേയുടെ ഭാഗമായാണ് റീൽസിന്റെ ചിത്രീകരണം നടന്നത്. സ്വകാര്യ സ്ഥാപനത്തിന്റെ പ്രൊമോഷനായി ഫെബ്രുവരി 12-നായിരുന്നു ചിത്രീകരണം. 13-ന് വീഡിയോ അപ്ലോഡ് ചെയ്തു. പിന്നീടാണ് 15-കാരിയെ അർദ്ധനഗ്നയാക്കി റീൽ ചെയ്തു എന്നും സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിച്ചു എന്നും പരാതി ഉയർന്നത്. ആദ്യം നൽകിയ പരാതിയിൽ ശരീരത്തിൽ സ്പർശിച്ചു എന്ന കാര്യം പറയാതെ പിന്നീട് മൊഴിയിൽ ഉൾപ്പെടുത്തിയതിലാണ് ഗൂഢാലോചന ആരോപിക്കപ്പെടുന്നത്. പെൺകുട്ടിക്ക് പ്രായം കുറവാണെന്ന് ചിലർ പറഞ്ഞതോടെ വീഡിയോ പിൻവലിച്ചു എന്ന് മുകേഷ് വ്യക്തമാക്കി. കുറച്ചു ദിവസം കഴിഞ്ഞ് പെൺകുട്ടി കടമായി പണം ചോദിച്ചെങ്കിലും അത് നൽകാൻ കഴിഞ്ഞില്ലെന്ന് മുകേഷ് പറയുന്നു. ഫെബ്രുവരി 12-ാം തീയതി ജാൻ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞൊരു കമ്പനി എന്നെ ഒരു ഷൂട്ടിന് വിളിക്കുകയുണ്ടായി. ഈ കുട്ടിക്ക് 15 വയസ്സ് 16 വയസ്സാണെന്ന് എനിക്കൊരു മെസ്സേജ് വരുന്നു, വേറൊരു ആളയക്കുന്നു. അപ്പോൾ ഞാൻ ആ കുട്ടിയെ തന്നെ ബന്ധപ്പെടുന്നു. അപ്പോൾ കുട്ടി തന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ച വോയിസ് മെസ്സേജ് ഉണ്ട്, ചേട്ടാ എനിക്കൊരു കുഴപ്പമില്ല, നാട്ടുകാർക്ക് എന്ത് പ്രശ്നം, അതെല്ലാം ഞാൻ കോടതി സമർപ്പിക്കുന്നുണ്ട്. പരാതി കൊടുക്കുന്നതിന് 24 മണിക്കൂർ മുമ്പ് കുട്ടി എന്നോട് കുറച്ച് പൈസ കടം ചോദിച്ചിരുന്നു. അതിന് അച്ഛന് സുഖമില്ല എന്ന് പറഞ്ഞാണ് ചോദിച്ചത്. പക്ഷെ ഞാൻ ആ സമയം ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരുന്നുകൊണ്ട് ഞാൻ തരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ എനിക്കത് കൊടുക്കാൻ പറ്റിയില്ല. അപ്പം അതിനുശേഷമാണ് ഈ കേസ് വരുന്നത്. പിന്നെ വേറൊരു ഇൻഫ്ലുവൻസറാണ് ഈ ഒരു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആദ്യമായി വീഡിയോ ഇടുന്നത്. അപ്പോൾ ആ ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഫ്ലുവൻസേഴ്സിന് എന്നോടുള്ള ഒരു വൈരാഗ്യമുണ്ട്. കാരണം കേരളത്തിൽ തന്നെ 1000-ലധികം ഇനോഗ്രേഷൻസ് പ്ലസ് 2500 ബ്രാൻഡ് കൊളാബറേഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത ഒരാളാണ്. എൻ്റെ ഒരു വേൾഡ് റെക്കോർഡ് ഉള്ള ഒരാളാണ്. അപ്പം പലർക്കും അതിൽ അസ്വസ്ഥതയുണ്ട്. അപ്പോൾ ആ അസ്വസ്ഥതയുടെ ഭാഗമായിട്ട് കൊണ്ടുവന്ന ഒരാളല്ല, ഇതൊരു ഗ്രൂപ്പ് ഓഫ് ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒരു ടീമുണ്ട്. ഇത്തരത്തിൽ ചിത്രീകരിച്ച റീൽസ് മുകേഷ് വിവിധ സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവച്ചതിനെ തുടർന്ന് കടുത്ത വിമർശനം ഉയർന്നിരുന്നു. ചിത്രീകരണം നടന്ന സ്ഥലത്ത് 20-ലധികം പേർ ഉണ്ടായിരുന്നു. സ്ത്രീകളുടെ അടക്കം മൊഴിയെടുക്കാനാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനിടെ മുകേഷ് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകി. മുൻപ് മദ്യപാനത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ വീഡിയോ ചെയ്തതിനും മുകേഷിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. കർണാടകയിൽ നിരവധി മലയാളികൾക്ക് ബിസിനസ്സുകളും ഭൂസ്വത്തുക്കളുമുണ്ട്. ഇങ്ങനെ കർണാടകയിലെ വിരാജ്പേട്ടയിലെ തോട്ടമുടമയാണ് കണ്ണൂർ സ്വദേശി കൊയിലി പ്രദീപ്. 32 ഏക്കറോളമുള്ള കാപ്പിത്തോട്ടം വിൽപ്പന നടത്താനുള്ള നീക്കത്തിനിടെ പ്രദീപിനെ കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നു. തോട്ടത്തിന് നടുവിലുള്ള വീട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത്. അപരിചിതരായ 3 പേർ അവിടെ എത്തിയതായി CCTVയിൽ വ്യക്തമാണ്. കേസിൽ പ്രതികളെന്ന് സംശയിക്കുന്നവർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ആസൂത്രിതമായ കൊലപാതകമെന്ന് സംശയിക്കുമ്പോഴും അതിന്റെ കാരണമെന്തെന്ന് വ്യക്തമായിട്ടില്ല. കണ്ണൂരിലെ കൊയിലി ആശുപത്രി സ്ഥാപകൻ ഭാസ്കരന്റെ മകനാണ് കൊല്ലപ്പെട്ട പ്രദീപ്. തോട്ടമുടമയായ പ്രദീപ് കൊയിലി ആശുപത്രിയുടെ നടത്തിപ്പ് ചുമതലയും വഹിച്ചിട്ടുണ്ട്. ബി ഷെട്ടിഗേരിയിലെ കാപ്പിത്തോട്ടത്തിലെ വീട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇവിടെയുള്ള 32 ഏക്കറോളം കാപ്പിത്തോട്ടം വിൽപ്പന നടത്താനുള്ള ശ്രമം നടന്നുവരുന്നതിനിടെയാണ് പ്രദീപിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത്. സംഭവത്തിൽ വിരാജ്പേട്ട പോലീസ് 3 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളിൽ അപരിചിതരായ 3 പേരെ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. എന്നാൽ കൊലപാതകത്തിന് പിന്നിൽ ഇവരാണോ എന്നതിൽ വ്യക്തതയില്ല. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം പ്രദീപിന്റെ മൃതദേഹം കണ്ണൂരിലേക്ക് കൊണ്ടുവരും. ന്യൂസ് 18 കണ്ണൂർ. ബാറുകളിൽ മദ്യപിക്കാൻ എത്തുന്നവർ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും ഒക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ കഴിഞ്ഞ രാത്രി ഇടുക്കി അടിമാലിയിലെ ബാർ ഹോട്ടലിൽ വെച്ചുണ്ടായ സംഘർഷം
അല്പം കൈവിട്ടുപോയി. രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള സംഘർഷം കത്തിക്കുത്തിലാണ് കലാശിച്ചത്. സംഭവത്തിൽ 3 പേർക്ക് സാരമായി പരിക്കേറ്റിരുന്നു. കേസിൽ പ്രതിയെ അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തു. അടിമാലി സ്വദേശി സനു എന്ന് വിളിക്കുന്ന സനിലിനെയാണ് പോലീസ് പിടികൂടിയത്. മുൻ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് നിഗമനം. ചൊവ്വാഴ്ച രാത്രിയാണ് അടിമാലി ടൗണിലെ ബാർ ഹോട്ടലിൽ സംഘർഷവും കത്തിക്കുത്തുമുണ്ടായത്. ബാറിൽ 2 സംഘങ്ങൾ തമ്മിലുണ്ടായ തർക്കമാണ് സംഘർഷത്തിലും കത്തിക്കുത്തിലും കലാശിച്ചത്. ആക്രമണത്തിൽ 3 പേർക്ക് പരിക്കേറ്റിരുന്നു. അടിമാലി സ്വദേശി ഹരിശ്രീ, സിനു ഉണ്ണി, അനിൽ എന്നിവർക്കാണ് കുത്തേറ്റത്. പ്രതിയുടെ ഭാര്യ സഹോദരനുമായുള്ള പ്രശ്നത്തിന്റെ ഭാഗമായിട്ടാണ് ബാറിൽ വെച്ച് സംഘർഷമുണ്ടാകുന്നത്. ഇയാളെ ലക്ഷ്യമിട്ടായിരുന്നു പ്രതി ആക്രമണത്തിനെത്തിയതെന്നും അതിനിടെ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾക്കും കുത്തേൽക്കുകയായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഗുരുതരമായി പരിക്കേറ്റ ഹരിശ്രീയെ എറണാകുളം രാജഗിരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇയാളുടെ കഴുത്തിനാണ് കുത്തേറ്റത്. അടിമാലി ചാറ്റുപാറ സ്വദേശിയായ ഹരിശ്രീയുടെ മൊഴിയുടെയും പരാതിയുടെയും അടിസ്ഥാനത്തിലാണ് പ്രതിയായ സനുവിനെ അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ ആക്രമണത്തിന് ഉപയോഗിച്ച കത്തിയും പോലീസ് കണ്ടെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 അടിമാലി. സുഹൃത്തുക്കൾ തമ്മിൽ മദ്യപിക്കുമ്പോൾ ചിലപ്പോൾ വാക്കേറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ അതിരുവിട്ടാൽ അത് വലിയ സംഘർഷത്തിലും കൊലപാതകത്തിലും വരെ കാരണമാകാം. കൊല്ലം പുനലൂരിൽ കഴിഞ്ഞ ദിവസം മദ്യലഹരിയിൽ 2 യുവാക്കൾ തമ്മിലുണ്ടായ വാക്കേറ്റം കയ്യാങ്കളിയിലാണ് കലാശിച്ചത്. മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് മരണം സംഭവിച്ചു. കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പുനലൂർ സ്വദേശി മനോജ് തോമസിനെ കൊലപ്പെടുത്തിയ കേസിൽ സുഹൃത്ത് സിയാദാണ് പിടിയിലായത്. മനോജ് തോമസും പരിചയക്കാരായ അനിൽകുമാറും സിയാദും ഒരുമിച്ചിരുന്ന് മദ്യപിച്ചു. മദ്യപിക്കുന്നതിനിടെ ഇവർ തമ്മിലുണ്ടായ വാക്കുതർക്കം പിന്നീട് കയ്യാങ്കളിയിലേക്ക് എത്തുകയായിരുന്നു. ഇതിനെ തുടർന്ന് മനോജ് ഓട്ടോറിക്ഷയിൽ കയറി അവിടെ നിന്നും കരവാളൂർ തിരുവഴിമുക്കിലേക്ക് പോകും വഴി സിയാദ് ഓട്ടോറിക്ഷ തടഞ്ഞ് മനോജിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ മനോജിന്റെ കാലിന് ഗുരുതരമായി പരിക്കേറ്റു. ഇതിനു പുറമെ വൃക്ക ഉൾപ്പെടെയുള്ള ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതമേറ്റിരുന്നു. ഇതിനെ തുടർന്ന് തലച്ചോറിന്റെ പ്രവർത്തനം നിലച്ചതാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൊലപാതക കേസ് രജിസ്റ്റർ ചെയ്ത് ഓട്ടോറിക്ഷ ഡ്രൈവറായ പുനലൂർ കരവാളൂർ ഷിബു മൻസിലിൽ സിയാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. മനോജിന്റെ മൃതദേഹം കഴിഞ്ഞ ദിവസം കരവാളൂർ ബഥേൽ മർത്തോമ പള്ളിയിൽ സംസ്കരിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊല്ലം. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ പെട്ടുപോയ തൃശൂർ സ്വദേശി ജെയിനിന്റെ വീഡിയോ സന്ദേശം വല്ലാത്തൊരു നൊമ്പര കാഴ്ചയായിരുന്നു. ജെയിനിന്റെ വീട്ടുകാരുടെ പ്രാർത്ഥനയ്ക്കും കാത്തിരിപ്പിനും ഒടുവിൽ വിരാമമായിരിക്കുന്നു. നീണ്ട നാളത്തെ ദുരിത ജീവിതത്തിന് ശേഷം ജെയിൻ നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. യുദ്ധത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ജെയിൻ റഷ്യയിലെ മലയാളികളുടെ സഹായത്താലാണ് നാട്ടിലെത്തിയത്. ജെയിനൊപ്പം റഷ്യയിലെത്തിയ 6 പേരിൽ 2 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിൽ ബിബിന്റെ മൃതദേഹം എവിടെയെന്ന് പോലും ഇപ്പോഴും യാതൊരു അറിവുമില്ല.
നീണ്ട യാതനകൾക്കൊടുവിലാണ് ജെയിൻ നാട്ടിലെത്തുന്നത്. പലതവണ മരണത്തെ മുഖാമുഖം കണ്ടു. കൂടെ ഉണ്ടായിരുന്ന ബന്ധു ബിബിനും സുഹൃത്ത് സന്ദീപും കൊല്ലപ്പെട്ടു. തൊഴിൽ തട്ടിപ്പിനിരയായി റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ എത്തിപ്പെടുകയായിരുന്നു എല്ലാവരും. സന്ദീപിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചെങ്കിലും ബിബിന്റെ മൃതദേഹം എവിടെയെന്ന് പോലും ഇപ്പോഴും അറിയില്ല. പരിക്കേറ്റ് ആശുപത്രിയിലാകുമ്പോൾ വീണ്ടും പട്ടാള ക്യാമ്പിലെത്താനായിരുന്നു നിർദ്ദേശം. എന്നാൽ അവിടെ നിന്ന് രക്ഷപ്പെടാനായി. അവിടെ ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേറെ ജോലിക്കായിരുന്നു പോയിണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാത്രി വന്ന് വിളിച്ചിട്ട് എല്ലാവരുടെയും കൂടി അങ്ങനെ കൊണ്ടുപോയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ കൂടെ പോകേണ്ടി വരികയായിരുന്നു. അങ്ങനെ പെട്ടുപോയതായിരുന്നു. പോയിണ്ടായിരുന്ന ഇലക്ട്രീഷ്യൻ ജോലി അല്ലെങ്കിൽ മെക്കാനിക്കൽ ജോലി എന്ന് പറഞ്ഞിട്ടായിരുന്നു പോയിണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ അവിടുന്ന് അങ്ങനെ ജോലിയൊന്നും കിട്ടിയില്ല. ഈ ഇവിടേക്കായിട്ട് കൊണ്ടുപോയിരുന്നു അവർ ചെയ്തത്. ഇല്ല, നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്ന ജോലിക്കാണ്, അപ്പോൾ ട്രെയിനിങ്ങിൻ്റെ കാര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് കാണാൻ മാത്രമുള്ള ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവർ കൊണ്ടുപോകുമ്പോൾ അവരുടെ കൂടെ നമ്മൾ തന്നെ അവരുടെ ഒപ്പം കൊണ്ടുപോവാണ് ചെയ്തത്. ജനുവരി 7-ന് ഡ്രോൺ ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ് ജെയിൻ 3 മാസമാണ് ആശുപത്രിയിൽ കഴിഞ്ഞത്. വീണ്ടും പട്ടാളത്തിൽ എത്തണമെന്ന അറിയിപ്പ് ലഭിച്ചതോടെ സർക്കാരുകളോട് ജെയിൻ കുര്യൻ സഹായം തേടി. കഴിഞ്ഞ ഏപ്രിലാണ് ജെയിൻ ഉൾപ്പെടുന്ന സംഘം റഷ്യയിലെത്തിയത്. ഇവരെ തട്ടിപ്പിനിരയാക്കിയ തൃശൂരിലെ ഏജൻസിയുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. തിരുവനന്തപുരം വർക്കല കാട്ടാക്കട മേഖലകൾ കേന്ദ്രീകരിച്ച് മോഷ്ടാക്കൾ വിലസുകയാണ്. വീടുകളും ആരാധനാലയങ്ങളുമാണ് കവർച്ചാ സംഘത്തിന്റെ ഇഷ്ടസ്ഥലങ്ങൾ. വർക്കല വെട്ടൂരിൽ ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചി കുത്തിപ്പൊളിച്ച് പണം കവർന്ന കേസിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാട്ടാക്കടയിൽ വീട് കുത്തിത്തുറന്ന് സ്വർണവും പണവും കവർന്നു. വീടിന്റെ പിൻവാതിൽ പൊളിച്ച് അകത്തുകടന്ന കള്ളൻ 7 പവൻ സ്വർണവും 60,000 രൂപയും മോഷ്ടിച്ചെന്നാണ് പരാതി. ഇക്കഴിഞ്ഞ 22-നാണ് കേസിനാസ്പദമായ സംഭവം. വർക്കല വെട്ടൂർ കുമാരവിളാകം ഭഗവതി ക്ഷേത്രത്തിലെ വലിയ കാണിക്കവഞ്ചി കുത്തിപ്പൊളിച്ച് പണം കവരുകയും ക്ഷേത്രത്തിലെ സ്റ്റോർ റൂം കുത്തിത്തുറന്ന് സ്റ്റീലിന്റെ ചില കാണിക്കവഞ്ചികൾ മോഷണം പോവുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിലാണ് 2 പേരെ വർക്കല പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്വദേശികളായ ഷിഹാബ്, അസീം എന്നിവരാണ് അറസ്റ്റിലായത്. പിടിയിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അതിനിടെ കൊട്ടാരക്കരയിൽ വീട് കുത്തി തുറന്ന് സ്വർണവും പണവും കവർന്നു. കാട്ടാക്കട പെരുങ്കുളം സ്വദേശി സുനിൽകുമാറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. 7 പവൻ സ്വർണവും 60,000 രൂപയും മോഷണം പോയി. വീടിന്റെ പിൻവാതിൽ പൊളിച്ച് അകത്ത് കടന്നാണ് മോഷണം. വാതിലുകളെല്ലാം തകർത്ത നിലയിലും മേശകളും അലമാരകളും കുത്തിത്തുറന്ന നിലയിലുമാണ്. വീടിന്റെ 2 മുറികളിലായി മേശകളിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവുമാണ് മോഷ്ടിച്ചത്. വ്യാപാരി വ്യവസായി സമിതി ഏരിയ പ്രസിഡന്റായ സുനിൽകുമാർ സംഭവ സമയം വീട്ടിലുണ്ടായിരുന്നില്ല. കാട്ടാക്കട പോലീസും ഫോറൻസിക് സംഘവും സ്ഥലത്ത് പരിശോധനയും നടത്തി. CCTVകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചതായി കാട്ടാക്കട പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. കോഴിക്കോട് കാരശ്ശേരിയിൽ വ്യാപക ബൈക്ക് മോഷണം. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട 2 ബൈക്കുകളാണ് മോഷണം പോയത്. കക്കാട് സ്വദേശികളുടെ ബൈക്കുകൾ മോഷ്ടിക്കുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇങ്ങനെ മോഷ്ടിക്കുന്ന ബൈക്കുകൾ ഉപയോഗിച്ച് കവർച്ചയും ലഹരി വിൽപ്പനയും നടത്തുന്ന സംഘത്തിലേക്കാണ് പോലീസിന്റെ അന്വേഷണം നീങ്ങുന്നത്. കാരശ്ശേരി മുക്കം മേഖലകൾ കേന്ദ്രീകരിച്ച് കവർച്ച പതിവാണെന്നും പരാതിയുണ്ട്.
അരീക്കോട് ഉഗ്രപുരം സ്വദേശി MP മുഹമ്മദ് ഷാനിന്റെ ഉടമസ്ഥയിലുള്ള KL11H 1361 നമ്പറിലെ യമഹ RX 130 ബൈക്ക് കാരശ്ശേരി കക്കാടുള്ള ബന്ധുവീട്ടിൽ നിന്നുമാണ് മോഷണം പോയത്. കാരശ്ശേരി കക്കാട് സ്വദേശി അജ്വാദിന്റെ KL11D 4326 യമഹ RX 100 ബൈക്കും അജ്വാദിന്റെ വീട്ടുമുറ്റത്ത് നിന്നും മോഷണം പോയി. ഒരു ബൈക്ക് മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു 11:30 ടൈമായോടെ വീട്ടിലെത്തി. വണ്ടി അവിടെ പുറത്തായിരുന്നു വെച്ചിരുന്നത്. അങ്ങനെ നമ്മൾ കിടന്നപ്പോൾ 12:30 ആയിട്ടുണ്ട്. ഫാമിലി എല്ലാവരും കൂടി കിടന്നപ്പോൾ, ഫുഡൊക്കെ കഴിച്ച് കിടന്നപ്പോൾ, പിന്നെ നമ്മൾ രാവിലെ എണീറ്റ് പുറത്തേക്ക് പോകാൻ നോക്കുമ്പോഴാണ് വണ്ടി കാണാനില്ല. അപ്പോൾ മനസ്സിലായി മിസ്സിംഗ് ആണ് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ നമ്മളടുത്തുള്ള വീട്ടിലേക്കൊക്കെ പോയി CCTV കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ അവിടുത്തെ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് അപ്പുറത്തേക്ക് പോയപ്പോൾ അവിടുത്തെ CCTV നമ്മൾ ഒരു 2 മണിക്കൂർ ഇരുന്ന് നോക്കിയപ്പോൾ അതിൽ 2 ആൾ പാസ് ചെയ്തതായിട്ട് കണ്ട്. രണ്ടാൾ വന്നിട്ട് എൻ്റെ വണ്ടി എടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് പോയത്. പുലർച്ചെ 2 മണിയോടെ മറ്റൊരു ബൈക്കിലെത്തിയ 2 പേർ ബൈക്കുമായി റോഡിലൂടെ പോകുന്ന CCTV ദൃശ്യമാണ് ലഭിച്ചത്. ഉടമകളുടെ പരാതിയിൽ മുക്കം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. പത്തനംതിട്ടയിൽ പോക്സോ കേസ് പരാതിയിൽ നടപടിയെടുക്കാതിരുന്ന വനിതാ SHOയ്ക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് സൂചന. വനിതാ സ്റ്റേഷൻ SHO ഷിബിമോളെ വിളിച്ചു വരുത്താൻ CWC നോട്ടീസ് നൽകി. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഗുരുതര വീഴ്ച സംഭവിച്ചെന്നാണ് വിലയിരുത്തൽ. 7 വയസ്സുകാരിയെ ട്യൂഷൻ അധ്യാപികയുടെ പിതാവ് പീഡിപ്പിച്ചെന്ന കേസിൽ കേസെടുക്കാൻ വിസമ്മതിച്ചെന്ന് ആരോപണമുയർന്നിരുന്നു. രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടുകളിലും ഉദ്യോഗസ്ഥരുടെ വീഴ്ച തുറന്നു കാട്ടുന്നുണ്ട്. വയസ്സുകാരി ലൈംഗിക ചൂഷണത്തിന് ഇരയായെന്ന പരാതിയിലാണ് പത്തനംതിട്ട വനിതാ സ്റ്റേഷൻ SHO കേസെടുക്കാൻ തയ്യാറായില്ലെന്ന ആക്ഷേപം ഉയർന്നത്. ഇരയുടെ അച്ഛൻ പോലീസ് സ്റ്റേഷനിലുണ്ടായ ദുരനുഭവം തുറന്നു പറഞ്ഞിട്ടും കേസെടുക്കാൻ SHO തയ്യാറായില്ല. തുടർന്ന് കേസെടുക്കാതെ പറഞ്ഞയച്ച കുടുംബം പിന്നീട് CWCയെ സമീപിച്ചു. തുടർന്ന് CWCയുടെ പരാതിയിൽ കോന്നി പോലീസ് കേസ് എടുത്താണ് 70കാരനായ പ്രതിയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയത്. കുട്ടിയുടെ മൊഴിയടക്കം തെളിവുകൾ ഉണ്ടായിട്ടും SI ഷെമിമോൾ കേസെടുക്കാതിരുന്നത് ഗുരുതര വീഴ്ചയായി CWC വിലയിരുത്തുന്നു. ഉദ്യോഗസ്ഥയെ നേരിട്ട് വിളിച്ചു വരുത്തി വിശദീകരണം തേടാനാണ് തീരുമാനം. നേരത്തെ ഇവർ കൈകാര്യം ചെയ്തിട്ടുള്ള പോക്സോ കേസുകളിലെ നടപടിക്രമങ്ങളിലും CWCക്ക് സംശയങ്ങളുണ്ട്. അതും പരിശോധിക്കും. വനിതാ SIക്കെതിരെ ഗുരുതരമേറിയ ആക്ഷേപം ഉയർന്നിട്ടും ജില്ലയിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സംരക്ഷണം നൽകുന്നുവെന്ന ആക്ഷേപം സേനയ്ക്കുള്ളിൽ ശക്തമാണ്. പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയാണ് ഷെമിമോൾ. രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടുകളിലും ഉദ്യോഗസ്ഥരുടെ വീഴ്ച കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ തനിക്കെതിരായ ആക്ഷേപം അടിസ്ഥാനരഹിതമെന്ന് ആവർത്തിക്കുകയാണ് SI KR ഷെമിമോൾ. ന്യൂസ് 18 പത്തനംതിട്ട. കാസർഗോഡ് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി അബ്ദുൽ ഗഫൂർ ഹാജിയുടെ കൊലപാതകം കേരളമേറെ ചർച്ച ചെയ്തതാണ്. മന്ത്രവാദിനി ജിന്നുമ്മ ഉൾപ്പെടെയുള്ള പ്രതികൾ സ്വർണം തട്ടിയെടുക്കാനാണ് ഗഫൂർ ഹാജിയെ വകവരുത്തിയത്. സംഭവം നടന്ന് 1.5 വർഷത്തിന് ശേഷമാണ് പോലീസ് പ്രതികളെ പിടികൂടിയത്. കേസിൽ അറസ്റ്റിനായി മാസങ്ങൾക്ക് ശേഷം ജിന്നുമ്മ ഉൾപ്പെടെ 2 പ്രതികൾക്ക് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. അതേസമയം 1-ാം പ്രതി മാങ്ങാട് സ്വദേശി ഉബൈദ് സമർപ്പിച്ച ജാമ്യാപേക്ഷ കോടതി തള്ളി. പള്ളിക്കര പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി അബ്ദുൽ ഗഫൂർ ഹാജി വധക്കേസിൽ മന്ത്രവാദിനി ജിന്നുമ്മ ഉൾപ്പെടെ 2 പേർക്കാണ് കോടതി ജാമ്യം അനുവദിച്ചത്. 1-ാം പ്രതിയുടെ ഭാര്യ ഷമീന എന്ന ജിന്നുമ്മ, 3-ാം പ്രതി പൂച്ചക്കാട്ടെ PM അസ്നിഫ എന്നിവർക്കാണ്
ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. അതേസമയം റിമാൻഡിലുള്ള ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയായ ജിന്നുമ്മയുടെ ഭർത്താവുമായ മാങ്ങാട് കൂളിക്കുന്നിലെ ഉബൈസ് എന്ന ഉബൈദ് സമർപ്പിച്ച ജാമ്യാപേക്ഷ കോടതി തള്ളി. നാലാം പ്രതി മധൂർ കൊല്ലിയയിലെ ആയിഷയ്ക്ക് കോടതി നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു. ഏഴാം പ്രതി പൂച്ചക്കാട്ടെ സൈഫുദ്ദീൻ ബാദുഷയുടെ ജാമ്യാപേക്ഷയും ഹൈക്കോടതി തള്ളിയിരുന്നു. കേസിലെ 2 പ്രതികൾ വിദേശത്താണ്. ഇവർക്കായി റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഏപ്രിൽ 14 രാത്രിയിലാണ് അബ്ദുൽ ഗഫൂർ ഹാജി കൊല്ലപ്പെട്ടത്. ഖബറടക്കം നടത്തിയ മൃതദേഹം മകന്റെ പരാതിയെ തുടർന്ന് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ് കൊലപാതകമാണെന്ന് വ്യക്തമായത്. മന്ത്രവാദത്തിന്റെ പേരിൽ ഗഫൂർ ഹാജിയിൽ നിന്ന് തട്ടിയെടുത്ത 596 പവൻ സ്വർണം തിരിച്ചു ചോദിച്ചതാണ് കൊലപാതകത്തിലേക്ക് കലാശിച്ചത്. തല ഭിത്തിയിലിടിച്ചായിരുന്നു ഗഫൂർ ഹാജിയെ കൊലപ്പെടുത്തിയത്. 1758 പേജുള്ള കുറ്റപത്രത്തിൽ 266 സാക്ഷിമൊഴികളും 1.46 ലക്ഷം ഡിജിറ്റൽ തെളിവുകളും അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കിയിരുന്നു. പ്രതികൾ ഗഫൂർ ഹാജിയിൽ നിന്ന് തട്ടിയെടുത്ത സ്വർണത്തിൽ 137 പവൻ അന്വേഷണ സംഘം നേരത്തെ കണ്ടെടുത്തിരുന്നു. DCRB ഡിവൈഎസ്പി KJ ജോൺസന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസന്വേഷണം നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് 18 കാസർഗോഡ്. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കണ്ണൂർ നഗരത്തിൽ ബംഗാൾ സ്വദേശിയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച സെക്സ് റാക്കറ്റിലെ കണ്ണികൾ അറസ്റ്റിൽ. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ കവാടത്തിന് മുമ്പിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ബംഗാൾ സ്വദേശിയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. കേസിൽ തിരുവനന്തപുരം സ്വദേശി മുത്തു, കണ്ണൂർ സ്വദേശിനി ഫാസില, കൊല്ലം സ്വദേശിനി സഫൂറ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. നഗരത്തിൽ തമ്പടിച്ച് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തി വരുന്നവരാണ് അറസ്റ്റിലായത്. ഇടുക്കി കുമ്മളിയിലെ ഹോട്ടലിൽ നിന്ന് 54,000 രൂപയും മൊബൈൽ ഫോണും മോഷ്ടിച്ച് കടന്നുകളഞ്ഞ പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടി പോലീസ്. ആസാം സ്വദേശി ജഹാറുൽ ഇസ്ലാമാണ് പിടിയിലായത്. കുമ്മളി ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന ഹോട്ടലിൽ ബുധനാഴ്ച രാത്രി 10:00-ക്ക് ശേഷമാണ് പ്രതി മോഷണം നടത്തിയത്. അവിടെ നിന്ന് ഉടനെ കടന്ന പ്രതിയെ ASPയുടെ പ്രത്യേക അന്വേഷണ സംഘം പെരുമ്പാവൂരിൽ വെച്ച് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. മലപ്പുറം കോഡൂർ ടൗൺ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുന്ന യുവാവ് പിടിയിൽ. കരീപ്പറമ്പ് സ്വദേശി മുനീറിനെയാണ് അറസ്റ്റ് ചെയ്തത്. പ്രതി ലഹരിക്കടത്തിന് ഉപയോഗിക്കുന്ന വാഹനം പോലീസ് കണ്ടെടുത്തു. മുൻപ് സമാന കേസിൽ മലപ്പുറം എക്സൈസ് പിടികൂടിയ ആളാണ് മുനീർ. പ്രതിക്ക് ലഹരി എത്തിച്ചു നൽകുന്നയാളുകളെ അന്വേഷിച്ചു വരികയാണെന്നും പോലീസ് അറിയിച്ചു. പെരുമ്പാവൂർ പാത്തിപ്പാലത്ത് ചിക്കൻ കടയുടെ മറവിൽ മയക്കുമരുന്ന് വിൽപ്പന നടത്തിയ ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. അസം സ്വദേശി ഖൈറുൽ ഇസ്ലാമാണ് അറസ്റ്റിലായത്. ഇയാളിൽ നിന്ന് 24 ബോട്ടിൽ ഹെറോയിനും 20 പൊതി കഞ്ചാവും പിടികൂടി. ഹെറോയിൻ ഒരു ബോട്ടിൽ നിന്ന് 1000 രൂപ നിരക്കിലായിരുന്നു വിൽപ്പന. എറണാകുളം മാമംഗലം എന്ന പ്രദേശത്തെ നടുക്കിയ പാഞ്ചാലി, യഥാർത്ഥ പേര് രേഷ്മയെന്നാണ്. തിരുവനന്തപുരം പേട്ടയാണ് സ്വദേശമെങ്കിലും വർഷങ്ങളായി കൊച്ചി മാമംഗലത്താണ് താമസം. 41 വയസ്സിനിടെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 10ഓളം കേസുകൾ. വധശ്രമം, പിടിച്ചുപറി, അനധികൃത മദ്യവിൽപ്പന ഉൾപ്പെടെയുള്ള കേസുകൾ വന്നതോടെ പോലീസിന്റെ നോട്ടപ്പുള്ളിയായി. നാട്ടുകാരെ ആക്രമിക്കുന്നതും അസഭ്യം പറയുന്നതും പതിവ്. ബാഗിൽ മദ്യക്കുപ്പികളും ഗ്ലാസുമായി കറങ്ങി നടന്ന് ആവശ്യക്കാരെ ഫോണിൽ വിളിച്ചു വരുത്തി മദ്യം വിൽക്കുന്നതാണ് രീതി. ആരെങ്കിലും പരാതിപ്പെട്ടാൽ കാമുകനും മകനും ഒപ്പമെത്തി ആക്രമിക്കും. ഇങ്ങനെ നാട്ടുകാർക്ക് സ്ഥിരം ശല്യമായതോടെ രേഷ്മയെ കാപ്പ ചുമത്തി നാടുകടത്തിയിരിക്കുന്നു. ഇങ്ങനെ നാട്ടിൽ പ്രശ്നക്കാരായ ആണുങ്ങളെ മാത്രമല്ല സ്ത്രീകളെയും നാടുകടത്തുമെന്ന് ഓർത്തോളൂ. എന്നാൽ മറ്റൊരു നാട്ടിൽ അവർ നല്ല നടപ്പാണോ എന്ന് പോലീസ് ഇടയ്ക്ക് പരിശോധിക്കുന്നത് നല്ലതാണ്. ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.